ഇന്നത്തെ വീഡിയോ എൻ്റെ റൂം മേക്ക് ഓവറാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ +1 സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അപ്പം ക്ലാസ് തുടങ്ങിയിട്ട് കുറച്ചില്ലായുള്ളൂ. അപ്പം നാളെ മുതലാണ് എനിക്ക് പ്രോപ്പറായിട്ടുള്ള ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ കരുതി ഇന്ന് എല്ലാം ഒന്ന് സെറ്റാക്കാം, റൂമൊക്കെ ഒന്ന് മേക്ക് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചു. വലിയ കാര്യമായിട്ടൊന്നുമില്ല, ഇപ്പോൾ ഉള്ളതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യുന്നു, അത്ര തന്നെ ഉള്ളൂ. കണ്ടോ, ബുക്കൊക്കെ ടേബിളിൽ ഇങ്ങനെ കിടക്കുകയാണ്, പൗച്ച് ഓപ്പണാണ്. അപ്പം ഇങ്ങനെ കുറേ സംഭവങ്ങൾ, ഒരു അടുക്കും ചുറ്റും ഒന്നുമില്ല, ബെഡൊക്കെ നല്ല മെസ്സാണ്. അപ്പം ഞാൻ കരുതി ഇന്ന് എന്നാൽ നമ്മുടെ റൂം ഒന്ന് മേക്ക് ഓവർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ ആദ്യം തന്നെ വിചാരിക്കുന്നത് ഈ ഒരു കർട്ടൻ നമുക്കൊന്ന് ഓപ്പൺ ആക്കിയിട്ടിടാം. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേബിള് ഇതേപോലെ വിൻഡോസിൻ്റെ അടുത്തിടാനാണ് ഇഷ്ടം. അപ്പം നല്ലതായിട്ട് ലൈറ്റും കാര്യങ്ങളും സൺലൈറ്റൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഇടാനാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ടേബിൾ ഇതാ ഈ വിൻഡോയുടെ ആ ഒരു പൊസിഷനിലാണ് വച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം എന്താ, ഞാൻ ബെഡൊക്കെ ഒന്ന് സെറ്റാക്കാണ്. ബെഡിലാണെങ്കിൽ സകലമായ സാധനങ്ങളും ബെഡിലാണ്. അപ്പോൾ അതൊക്കെ ആദ്യം ബെഡ് മാറ്റിയിട്ട് ഞാൻ ടേബിളിലേക്ക് വയ്ക്കുകയാണ്. അതിന് ശേഷം പില്ലോസ്, എനിക്ക് സത്യം പറയാൻ 2 പില്ലോ ഒന്നും വേണ്ട കേട്ടോ. ഞാൻ ഒരാളല്ലേ കിടക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് ഒരു പില്ലോ എടുക്കുന്നുള്ളൂ. ആ പില്ലോ ഞാൻ അപ്പുറത്തെ റൂമിലേക്ക് കൊണ്ടുവച്ചു. അതിന് ശേഷം എൻ്റെ ബാഗ് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ബാഗൊക്കെ ഒന്ന് മാറ്റി ഒരു സൈഡിൽ വെച്ചിട്ട് പിന്നെ ഞാൻ ആ ബെഡ്ഷീറ്റ് മാറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ബെഡ്ഷീറ്റ് അങ്ങനെ ഞാനിപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ളത് വിരിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മാറ്റണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് തന്നെ ജസ്റ്റ് ഒന്ന് കുടഞ്ഞിട്ട് വിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ബെഡ്ഷീറ്റ് വിരിക്കുന്നത്. പലരും പല ടൈപ്പിലായിരിക്കുമല്ലോ, ചിലർ ലോക്കൊക്കെ ഇട്ടിട്ട് അങ്ങനെ വിരിക്കുന്നവരുണ്ട്. ഞാൻ ഇങ്ങനെയാണ് വിരിക്കാറ്. അപ്പം പിന്നെന്താ, ഈ ബെഡിൽ ഞാൻ മാത്രമേ കിടക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് പില്ലോസൊന്നും വേണ്ട, ഒരു പില്ലോ മതി. ഞാൻ ഈ ഒരു പില്ലോ ആണ് ഇടുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു കുഷ്യനില്ലേ, ഇതുപോലത്തെ ഒരു സംഭവം, ഇതും വെക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഡോളും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നോക്കുകയാണെങ്കിൽ ബെഡ് ഞാൻ ഓൾമോസ്റ്റ് സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്കിനി ടേബിളിലേക്ക് കിടന്നാലോ. അപ്പോൾ നിങ്ങൾ തന്നെ നോക്കുക, ടേബിളാണെങ്കിൽ വൻ മെസ്സാണ്. ബാഗ്, അതേപോലെ തന്നെ എൻ്റെ അംബ്രല്ല, അതേപോലെ ഒരു ജാർ, ഇത് ജസ്റ്റ് ഒരു ഡേക്കറായിട്ടാണ്. പിന്നെ ഒരു ലോഡ് ബുക്ക്. അപ്പം ഇതൊക്കെയാണ് കേട്ടോ. അപ്പം ഇതൊന്ന് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, എനിക്ക് സത്യം പറഞ്ഞതൊക്കെ വൃത്തിയാക്കാൻ നല്ല ഇഷ്ടമാണ്. പക്ഷേ എന്തോരം വൃത്തിയാക്കിയാലും വിത്തിൻ 2 days or 3 days ഇത് പഴയ പോലെ തന്നെ ആകും. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ സ്കൂൾ തുടങ്ങിയല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഭയങ്കര ഒരു ഉത്തരവാദിത്വമാണ് ഗൈസ്. അല്ല, ടേബിളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ ഇവിടെ റൂട്ട് ലാപ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പെൻ ഒക്കെ വയ്ക്കാനായിട്ടൊരു പെൻ മാത്രമല്ല, എല്ലാ സാധനവും ഈ സ്റ്റഡി ആവശ്യമുള്ള എല്ലാം അതിൽ വയ്ക്കാം. അങ്ങനെ അത് വെച്ചു. അങ്ങനെ ഞാൻ നോക്കുമ്പോഴാണ് ഗൈസ് ഇവിടെ ഒരു കുപ്പി ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് അതിനകത്ത് ഏതെങ്കിലും ഇൻഡോർ പ്ലാന്റ്സ് വയ്ക്കാം. അപ്പം അതാണ് എൻ്റെ പ്ലാൻ. കുപ്പിക്കകത്ത് എന്തെങ്കിലും ഇൻഡോർ പ്ലാന്റ്സ് നമുക്ക് വയ്ക്കാം. എന്താ ചാറ്
ഈ ഒരു വാളുണ്ടല്ലോ ഞാൻ പണ്ട് കൊറോണയുടെ ടൈമിൽ ചെയ്തതാണ്. അപ്പം ഇതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അപ്പം ഞാൻ എന്താ ഒരു യൂണിക്കോൺ ചെയ്തായിരുന്നു കേട്ടോ. അതിൻ്റെ കണ്ണാണ് പോയി. പിന്നെ ഇതാ എൻ്റെ 3-4 മാലകൾ ഒക്കെ ഇങ്ങനെ വച്ചിരിക്കുകയാണ് കേട്ടോ. ചുമ്മാ വച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതാണ് സംഭവം അവിടുത്തെ. കണ്ടോ ഗൈസ്, ഞാൻ മുകളിലൊരു വെറും പൊട്ട കുതിര പടം വരച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ ചുമ്മാ ഓളത്തിന് വരച്ചതാണ്. അപ്പോൾ വാളിൽ ഞാൻ പണ്ടൊരു ഈ ഒരു വർക്ക് അത് ഞാൻ പണ്ട് ചെയ്തതാണ്. എന്താണെന്ന് എനിക്കറിയത്തില്ല, ചുമ്മാ ചെയ്തൊരു വർക്കാണ്. അത് നമുക്കൊന്ന് അവിടെ വെച്ചാലോ, വയ്ക്കാം. വേറെ അവിടെ വയ്ക്കാനാ, പിന്നെ അവിടെ വയ്ക്കാനായിട്ട് ഈ ഒരു യൂണിക്കോണിൻ്റെ സംഭവം ഇതും പണ്ട് ചെയ്തതാണ് കേട്ടോ. അതൊക്കെ നമുക്ക് അവിടെ വയ്ക്കാം, മുകളിൽ വയ്ക്കാം. കണ്ടോ, അയ്യോ കണ്ടോ, വെറുതെ ഒരു ഭംഗിക്ക് വയ്ക്കാം. ഇത് ഞാൻ പറയാം, നമുക്ക് ഒരു യൂണിക്കോൺ മാറ്റാം. എന്നിട്ട് ആദ്യം ഈ ഒരു ബോട്ട് വെക്കാം. എന്നിട്ട് അത് ബാക്ക്ഗ്രൗണ്ട് ആക്കിക്കൊണ്ട് വെറും പൊട്ട സാധനമാണ് കേട്ടോ. ഞാൻ ചുമ്മാ ഒരു ക്യൂട്ട് തിങ് എന്ന് തോന്നിയുകൊണ്ട് ക്യൂട്ട് തിങ് എന്ന് തോന്നിയുകൊണ്ട് വെക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതാണ് സംഭവം. ഇത് ചുമ്മാ വച്ചിരിക്കുന്നതാണ് കേട്ടോ. കണ്ടു ഇതാണ് സംഭവം. ഇവിടെ എൻ്റെ ടേബിളൊക്കെ റെഡിയായി. ഇനി ബെഡും ഓൾമോസ്റ്റ് എന്താ റെഡിയാണ്. കണ്ടോ, ഇനിയിപ്പോൾ ഷെൽഫാണ് കുറച്ച് ചെയ്യാനുള്ളത്. ഓക്കെ, ഷെൽഫ് ചെയ്യാം. ഈ ഒരു ഷെൽഫിൽ എൻ്റെ 2 ഫയലുണ്ട്, പിന്നെ ഒരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്, പഴയൊരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സും കുറച്ച് ബുക്കുകളൊക്കെയാണ്. അപ്പോൾ അത് ഇവിടെയൊക്കെ ഞാൻ ക്ലീൻ ആക്കി, ഇവിടെ ഒന്നും വയ്ക്കാനില്ല. താഴത്തെ ഷെൽഫിലാണെന്നുണ്ടെങ്കിൽ 2 ബോട്ടിൽ ആർട്ട് ചെയ്തത്, പിന്നെ എന്താ ഒരു ഇതേപോലത്തെ ഒരു സംഭവമുണ്ട്, പിന്നെ 2 അങ്ങനെ അതൊക്കെ ഒന്ന് ഒതുക്കട്ടെ. ഏറ്റവും താഴത്തെ ഷെൽഫിൽ എൻ്റെ സ്കൂൾ ബാഗ് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ തന്നെ എൻ്റെ ഒരു ഷോളി ബാഗില്ലേ, അതും വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തൊട്ടിപ്പുറത്തെ ഷെൽഫിൽ എൻ്റെ ഡ്രസ്സൊക്കെ ഉള്ളൊരു ചെറിയൊരു ബാസ്ക്കറ്റാണ്. പിന്നെ കുറച്ച് പ്രിൻ്റ് ഔട്ട്സൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അവിടെ സൈഡിൽ. പിന്നെ 3 ബോട്ടിൽ ആർട്ടും, പിന്നെ അവിടെ കുറച്ച് എൻ്റെ അത്യാവശ്യ സ്ലൈഡ്, ക്രാബ്, ക്ലിപ്പ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു സംഭവം അവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. ഹെഡ്സെറ്റൊക്കെ ഉണ്ട് അവിടെ. പിന്നെ ഇതെൻ്റെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഹെയർ ബാൻഡ് അങ്ങനത്തെ ഒരു സംഭവം വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മറ്റേ ബോട്ടിൽ ആർട്ടൊക്കെ ഞാൻ ലോക്ക്ഡൗണിൽ ചെയ്തതാണ്. മുകളിലത്തെ ഷെൽഫിലാണെങ്കിൽ കുറേ ബുക്കുകളും 2 ഫയലും, പിന്നെ എൻ്റെ ഒരു വളരെ പഴയൊരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സുമാണ് ഉള്ളത്. അപ്പോൾ അവിടെ അത്രയൊക്കെ തന്നെയാണ് സംഭവ സാമഗ്രികൾ ഉള്ളത്. അപ്പോൾ എന്താ, ഈ വാളൊക്കെ അത്യാവശ്യം എന്താണ് പെയിൻറ്റും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ വൃത്തികേടായിട്ടുണ്ട്. നമുക്ക് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് റീപെയിൻറ്റ് അടിക്കണം. അപ്പം പിന്നെ ഇതെന്താണെന്നറിയാമോ, എൻ്റെ വാളിൽ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പം ഞാൻ പണ്ട് ചെയ്തൊരു സംഭവമാണ്. പിന്നെ കുറേ ശരിക്കും ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. അതിൽ ഫെയറി ലൈറ്റും ആ സംഭവങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും ഇത് കാണാൻ. പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല, ജസ്റ്റ് ചുമ്മാ വെറുതെ ഒന്ന് ചെയ്ത് വെച്ചതാണ് അങ്ങനെ. അപ്പം എന്താ, ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത്. ശരിക്കും മേക്ക് ഓവർ അല്ല, ഒരു ഓർഗനൈസിങ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അതായതുണ്ടോ, ഞാൻ ടൈം ടേബിൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളൂ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണാം. ബൈ ബൈ.